നമസ്കാരം. പോസ്റ്റർ വന്ന വഴിയുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മമ്മൂക്കയുടെ പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഏതൊക്കെ പിക്ചർ യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഈ 3 പിക്ചേഴ്സാണ് യൂസ് ചെയ്തത്. ഒന്ന് മമ്മൂക്കയുടെ ഫോട്ടോ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഒന്ന് ഫയറിൻ്റെ ഫോട്ടോ, പിന്നെ 2 ഓവർലേസും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാം. ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ സബ്ജക്റ്റായ നമ്മുടെ മമ്മൂക്കയുടെ ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പെൻ ടൂൾ വെച്ചാണ് ഇവിടെ കട്ട് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിൽ ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഒരു സബ്ജക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾ പെൻ ടൂളാണ്. ഫോട്ടോഷോപ്പിൽ പല ടൂൾസും ഉണ്ട്, നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്ത് കട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ ഫേവറേറ്റ് പെൻ ടൂളാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ വേഗം. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് കോപ്പി ചെയ്ത് നമ്മുടെ ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ലെങ്ത് ഫ്ലെയർ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും. എന്നിട്ട് നമുക്ക് ലെങ്ത് ഫ്ലെയർ നമ്മൾ ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് ലെങ്ത് ഫ്ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഷാഡോ കൊടുക്കാം. നമ്മളിപ്പോൾ ഷാഡോ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കളറ്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ കളർ നമ്മളെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ മാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഹൈലൈറ്റ്സ് കൊടുക്കുന്നതിലേക്കാണ്. നമുക്ക് ഹൈലൈറ്റ്സ് കൊടുക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ സബ്ജക്റ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സ് കൊടുത്ത് കഴിയാനായി. ഇപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് ഒന്നുകൂടെ നമുക്ക് കളറും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൈലൈറ്റ്സും ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രഷ് ടൂൾ എടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും സബ്ജക്റ്റും ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്ജക്റ്റിൻ്റെ ചുറ്റും നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇതായിട്ട് നമുക്ക് ഫയർ എടുക്കാം. തീയുടെ ഒരു പിക്ചർ അത് നമുക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ 2 സൈഡിലും നമ്മുടെ ഫയർ വരുന്ന മാതിരി നമുക്ക് അത് പ്ലേസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള ഫയർ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച്. നമ്മുടെ ഫ്രണ്ടിലുള്ള ഫയർ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുത്തു ഒരു സൈഡിലെ. നമുക്ക് ഇനി കുറച്ച് സ്മോക്ക് എടുത്ത് നമ്മുടെ പിക്ചറിൽ വെക്കാം. നമുക്ക് സ്മോക്കിന് കുറച്ച് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി മുകളിലും താഴെയും നമുക്ക് കുറച്ച് സ്മോക്ക് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒപ്പാസിറ്റി കുറയ്ക്കും. ഏകദേശം നമ്മുടെ പോസ്റ്റർ കഴിയാനായിട്ടുണ്ട്. നമ്മൾ എല്ലാ സൈഡിലും സ്മോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറ റോ ഫിൽറ്ററിലൊന്ന് എഡിറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ഔട്ട്പുട്ട് ഇടുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ കിങ് എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ കൊടുക്കാം. നമ്മൾ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ നമ്മുടെ ഇത് കൊടുത്തു. അതൊന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം, കറക്റ്റ് സ്ഥലത്ത് സെൻറ്ററിൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ റോ ഫിൽറ്ററിൽ ഒന്ന് എഡിറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ പോസ്റ്റർ റെഡിയാവും. നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ കൊടുത്തു. ഇനി നമുക്കൊന്നത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ റോയിൽ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഇതും കാണാം നമ്മുടെ ഔട്ട്പുട്ട് ഇതാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.